ഫുഡി ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈപ്പിനിലുള്ള ബോച്ചെ ടോഡി ഷോപ്പിലാണ് കേട്ടോ നമ്മളുള്ളത്. ഞങ്ങളിവിടെ രഞ്ജുവിൻ്റെയും അമ്മുവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബോച്ചയുടെ റോൾസ് റോയ്സ് പോലെ ഗോൾഡൻ കളറിൽ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അകത്തോട്ട് കയറി കഴിയുമ്പോൾ കള്ള് എത്താൻ തെങ്ങിക്കയറുന്നൊരു ബോച്ചയെ കാണാം. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലരമയിലെ മായാവിയെ പോലത്തെ ഒരു ബോച്ച. നമ്മുടെ ആനിവേഴ്സറി കേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഫുള്ള് ഇവിടെ അറേഞ്ച്ഡ് ആണ്, കേക്കും ഡെക്കറേഷനും എല്ലാം. ഇവിടെയാണ് നമ്മളുടെ സ്പേസ് അവർ റെഡിയാക്കിയിരിക്കുന്നത്. ഈ ഡെക്കറേഷനൊക്കെ ഇവർ തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കൊരു 10 പേർക്കോളം കൂടാവുന്ന ചെറിയ AC ക്യാബിനാണ്. Happy anniversary, happy birthday, happy goodbye, happy cheese alla kitkata pillarelle chocolate ade madhav bhai ku kodukana ഞങ്ങൾക്ക് ഉണ്ട് ചാറ പറ കൊടുക്കും ആരും chappa dubi dubi dabba dabba vegetable ayo പൊളി സാധനങ്ങളോ? ഇത്ര പൈസ ഉണ്ടായിരുന്നല്ലോ പോയോ? ഓക്കെ. നീ പഠിച്ചു ഇതിലിപ്പോ ഒരു സാധനം തരാനില്ല. ഞാൻ വിചാരിച്ചേ ഇവര് ഗ്യാസ് ഏജന്റ് അവിടുത്തെ അവരോടൊക്കെ നീ പറഞ്ഞു. ഇത് ഞാൻ ഇത്രയും നാള് 15 വർഷമായിട്ട് സഹിച്ചതിന് സമാധാനത്തിലുള്ള അങ്ങനെ കേക്ക് മുറിയും ഗിഫ്റ്റ് കൈമാറലും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കിപ്പോ കുടിക്കാനുള്ള പാനീയവും കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ തേങ്ങാപ്പാലിൽ വേവിച്ച നല്ല പാൽക്കപ്പയാണ് കേട്ടോ വന്നത്. അതിനുശേഷം ബീഫ് റിബ്സും പൊറോട്ടയും നല്ല നാടൻ ചിക്കൻ കറി, ബീഫ് കറി തുടങ്ങിയ സാധനങ്ങളൊക്കെ എത്തി. ഇതിപ്പോ റൈസും ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ കുറച്ച് ഡ്രാഗൺ ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. മറഡോണ ഹട്ട്, ഇത് സംഭവം പൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല തവ ഐറ്റംസ് ഒക്കെ കിട്ടും. അതായത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ തവയായിരുന്നു. ഒരു രക്ഷയില്ല, കിട്ടിലുമായിരുന്നു. ഞങ്ങൾ വീണ്ടും വീണ്ടും മേടിച്ചൊരു സംഭവമായിരുന്നു. പിന്നെ ഫിഷ് തവ ഉണ്ടായിരുന്നു, ഞങ്ങൾ സിലോപ്പിയാണ് എടുത്തത്. അതുപോലെ ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും, ഇപ്പോൾ ബീഫ് റിബ്സ് ആണെങ്കിലും നമ്മുടെ പാൽക്കപ്പയാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. മെയിൻ ഡൈനിങ് ഏരിയ ആണ്. ഇവിടുത്തെ ഈ ഒരു ലൈറ്റിങ്ങും മൊത്തത്തിലുള്ള സെറ്റപ്പും ഒക്കെ അടിപൊളിയല്ലേ. നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി മാവൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടയും ഇവിടെ ഇരിപ്പുണ്ടാവും, എടുത്തിട്ടാൽ മാത്രം മതി. ഫുഡിനേക്കാളും ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. അത് ഈ രാത്രി ആയതുകൊണ്ടായിരിക്കും, ഒരു രക്ഷയില്ല. പിള്ളേരായിട്ടൊക്കെ വന്നാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ ഗ്രൗണ്ടും. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ.
ചെറിയ ഏരിയയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കള്ളുഷാപ്പും കൂടെ ഉള്ളതുകൊണ്ട് കൃത്യം 9 മണിക്ക് തന്നെ അടയ്ക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് പതുക്കെ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. ചെറിയ ഇതുപോലത്തെ ഇവൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റിയ നൈസ് ഒരു സ്ഥലം തന്നെയാണ്. ഇത് വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് ഇവിടുത്തെ ആംബിയൻസ് ശരിക്കും വേറെ ലെവലായിരുന്നു. ഫുഡും സർവീസും എല്ലാം കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.